ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ. അങ്ങനെ മക്കളെ ഇറക്കാൻ നോക്കിയിട്ട് ആ ദൗത്യത്തിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീണ്ടും മുട്ടായി എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേനും കണ്ണാടിപ്പെട്ടിയിലെ സാധനം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ സാധനങ്ങൾ എടുക്കാനായിട്ട് നിന്ന് വീട്ടിൽ മേടിച്ച് കൊടുത്താൽ കഴിക്കാത്തവന്മാരാണെങ്കിൽ കടയിൽ കയറി ഇത്ര അലമ്പാക്കുന്നത്. മുട്ടായി കഴിക്കും, പക്ഷേ ബേക്കറിയൊക്കെ അവന്മാർ തോന്നുന്നത് മാത്രമേ കഴിക്കാറുള്ളൂ. അങ്ങനെ രണ്ടുപേരെ ഞാൻ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. വഴക്ക് പറയുന്ന സമയത്തും ഉമ്മി എനിക്കത് വേണം ഇത് വേണം, ഈ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും അടി കൂടുന്നത് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഒരിടത്ത് അടക്കി ഒതുക്കി ഇരുത്തി പിന്നീട് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ഒതുക്കാമെന്നും പറഞ്ഞ് ഒരു മഞ്ചെടുത്ത് കൊടുത്തപ്പോൾ ഏക്കില്ല, ഇളയാളായിട്ടും മൂത്താളേറ്റില്ല. അവസാനം ഉമ്മ പോവാം ഇവിടെ നിന്നാൽ ശരിയാകത്തില്ലെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും രണ്ടുപേർക്കും ഫ്രൂട്ടി വേണമെന്ന്. അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്ത് കൊടുക്കാമെന്നും പറഞ്ഞ് നിന്നപ്പോഴത്തേനും ആൾ ഡോറും തുറന്ന് അതിൻ്റെ അകത്ത് കയറിയെന്ന് നോക്കലായി കേട്ടോ. ഞാൻ പറ്റിക്കുന്നവനറിയാം. അങ്ങനെ അവസാനം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒരെണ്ണം അടിച്ച് ഏൽപ്പിച്ചു. ആദ്യം രണ്ടെണ്ണമാണ് എടുത്തത്, പിന്നെ ഞാൻ ഒരെണ്ണം എല്ലാവർക്കും കൂടെ ആയിട്ട് എടുത്തു. പിന്നെ അവസാനം ഞങ്ങൾ അതിന് ശേഷം കടയിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറി നേരെ ഉമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നല്ല മഴ ചാറ്റലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഉമ്മാക്ക് മഴ ചാറ്റൽ വേണ്ട എന്നും പറഞ്ഞ് ഉമ്മയുടെ സൈഡിലത്തെ ഷീറ്റ് ഇടിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് മഴയെ ആസ്വദിച്ച് കാറ്റുമൊക്കെ കൊണ്ട് പോകണം, പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകണമെന്ന്. അങ്ങനെ താണ്ട ഞാൻ എന്നെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴത്തേനും ഒരുമാതിരി ഗുഹയ്ക്കകത്തിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓട്ടോയിൽ നല്ല സ്പേസ് ഉണ്ട്, വീഡിയോയ്ക്കകത്ത് നല്ല ഗുഹ പോലുണ്ട്. ഈ വീഡിയോയ്ക്കകത്ത് ഞാനൊരു സംഭവം ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അത് എന്താണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അങ്ങനെ ഞാൻ താണ്ട ഈ വയലിൻ്റെ ഭംഗിയാണ്, ഇങ്ങനെ മഴ പെയ്യുന്ന ഭംഗിയുണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ കുടയൊക്കെ കച്ചവടത്തിന് തുടങ്ങി കേട്ടോ. പിന്നെ മഴ മാനത്ത് കണ്ടാൽ മതിയല്ലോ, റെയിൻകോട്ടും കുടയും ഒക്കെ കച്ചവടം മുക്കിന് കാണുമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ഉമ്മയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ദാണ്ട കാപ്പിൽ ബീച്ചിലെത്തി. അപ്പം ബീച്ചിലൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവുകയാണ് കേട്ടോ. കായലിലും കടലിലൊക്കെ വെള്ളം വീഴുന്നതും മഴവെള്ളം വീഴുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കായലും കടലും ഒന്നിച്ച് കിടക്കുന്നതൊക്കെ കണ്ട് ഉമ്മയുടെ ഭാഗത്ത് ഷീറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും കാണാമായിരുന്നു. അവസാനം ഉമ്മയെ കൊണ്ട് തന്നെ ഞങ്ങൾ ഷീറ്റ് മാറ്റിച്ച് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ ഒരു സൈഡിലേക്ക് ഇട്ടുള്ള അടുത്ത കേട്ടോ തിരിച്ച് വരുമ്പോൾ നോക്കാം, തിരയൊക്കെ നല്ല ഇളകി, നല്ല കടൽ നല്ല ഇളകി കിടക്കുകയാണ് കേട്ടോ. ഇങ്ങ് എത്തി കേട്ടോ തിരയൊക്കെ. ഞങ്ങൾ കഴിഞ്ഞോട്ട് വന്നപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പാറക്കെട്ടിൻ്റെ അടുത്ത് വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചപ്പോഴത്തേനുമാണ് ഇവിടെ കപ്പിൾസ് ഇരിക്കുന്നത്. ഞാൻ തന്നെ വിചാരിച്ചു എന്തിനാ വെറുതെ ഞാൻ അങ്ങോട്ട് എന്ന് അടിമേടിക്കുന്നേ എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് നിർത്തി. കാര്യം അവിടെ കപ്പിൾസും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് കേട്ടോ അത് സംഭവിച്ചത്. അതെന്താ ഏതാന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ ടാറ്റ ബൈ ബൈ സീ യു. വീഡിയോ ഇഷ്ടമായാൽ വേണ്ട, ഇഷ്ടമായിട്ടല്ല അല്ലാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, കമൻറ്റ് കൂടെ ചെയ്തേക്ക് മറക്കാതെ തന്നെ.